ഇനി പോകുന്നത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലേക്കാണ്. ഇവിടെ പോളിംഗ് ശതമാനത്തിലെ കുറവിൽ പ്രതീക്ഷയും ആശങ്കയുമുണ്ട് മുന്നണികൾക്ക്. മലപ്പുറത്ത് 72.90% പേരും പൊന്നാനിയിൽ 69.04% പേരുമാണ് ഇത്തവണ വോട്ട് ചെയ്തത്. കെ.ടി. സ്വാലിഹ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഈ രണ്ട് മണ്ഡലങ്ങളുടെയും വിശകലനങ്ങളാണ് സ്വാലിഹ് പങ്കുവയ്ക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉച്ചവരെ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പൊന്നാനിയിൽ. പിന്നീട് അങ്ങോട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ നമ്മളിപ്പോൾ ഒരു കണക്ക് കൂട്ടലിൽ വ്യക്തമായി തന്നെ എത്തിയിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്തണം സ്വാലിഹ് ഈ രണ്ട് മണ്ഡലങ്ങളെ? കാവ്യ, തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത മണ്ഡലമാണ് മലപ്പുറവും പൊന്നാനിയും. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വോട്ട് നമുക്ക് മലപ്പുറത്തോ പൊന്നാനിയിലോ കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 2019 അപേക്ഷിച്ച് വലിയ കുറവ് പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്നു. 2019 മലപ്പുറത്ത് 75.37% അത് ഇത്തവണ 72.90% കുറഞ്ഞിട്ടുണ്ട്. പൊന്നാനിയിലാണെങ്കിൽ 74.98% ഉണ്ടായിരുന്ന പോളിംഗ് ആണ് ഇപ്പോൾ 69.04 എന്ന നിലയിലേക്ക് കുറഞ്ഞത്. വലിയ തോതിൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്താതിരുന്നത്, പ്രത്യേകിച്ച് ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമൊക്കെ വളരെ വലിയ ചർച്ചാ വിഷയമായിരുന്ന മണ്ഡലങ്ങളാണ്. പക്ഷേ കാര്യമായ പോളിംഗിൽ ഇത് പ്രതിഫലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട്. ഈ പോളിംഗ് കുറഞ്ഞത് അനുകൂലമാവുമെന്ന ഒരു വിലയിരുത്തൽ ഇടതു മുന്നണിക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഈ സമസ്ത പോലുള്ള സംഘടനകൾ വോട്ടിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു സാധ്യത വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് കൃത്യമായി പരമ്പരാഗതമായി വോട്ട് ചെയ്തു വരുന്ന വോട്ടുകളെല്ലാം പോൾ ചെയ്യിക്കാൻ ഇന്നലെ സാധിച്ചു എന്ന ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. അതേസമയം തന്നെ മറ്റ് ഈ ഘടകങ്ങൾ, ഈ മണ്ഡലത്തിലുണ്ടായിരുന്ന നേരത്തെ തന്നെ SDPI പോലുള്ള സംഘടനകൾക്ക് വലിയ വോട്ട് മലപ്പുറത്തുണ്ട്. ഏതാണ്ട് 40,000-ഓളം വോട്ട് സ്ഥിരമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ SDPIക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2019 വലിയ രാഹുൽ തരംഗമൊക്കെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായപ്പോൾ പോലും 46,000 വോട്ട് SDPIക്ക് ഉണ്ടായിരുന്നു. അത് ഇത്തവണ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. E.T. മുഹമ്മദ് ബഷീറിന് മലപ്പുറത്ത് ഈ വോട്ട് കിട്ടിയിരിക്കാമെന്ന ഒരു വിലയിരുത്തൽ ലീഗ് നേതൃത്വത്തിനുണ്ട്. അതോടൊപ്പം തന്നെ പൊന്നാനിയിലാണെങ്കിലും ഏതാണ്ട് 15,000-നും 20,000-നും ഇടയ്ക്ക് വോട്ട് SDPI മത്സരിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് പൊന്നാനി നിയോജക മണ്ഡലത്തിലുമുണ്ട്. അതും UDFന് അനുകൂലമായി ഇത്തവണ പോൾ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. എങ്കിൽ പോലും വലിയ ഒരു പോളിംഗിലേക്ക് എത്താതിരുന്നത് പരമ്പരാഗത ലീഗ് വോട്ടുകളിൽ കുറവുണ്ടാക്കിയെന്ന ഒരു വിലയിരുത്തൽ മുന്നണികൾക്ക് ഉണ്ട്. കാവ്യ. ശരി, കെ.ടി. സ്വാലിഹാണ് രണ്ട് മണ്ഡലങ്ങളുടെയും വിശകലനങ്ങളിലേക്ക് കടന്നത്.